നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥ ഇതാണ്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു ഗ്രാമമാണ് ചവയാമ. ഒരു വലിയ മലയുടെ താഴ്വാരത്തിൽ എങ്ങോ ദൂരെ ഒരിടത്തായിരുന്നു ആ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. ചൊകിച്ചി എന്നു പേരുള്ള ഒരാൾ അവിടെ താമസിച്ചിരുന്നു. വിറകിന് തീയിട്ട് കരിയുണ്ടാക്കി വിൽക്കലായിരുന്നു ചൊകിച്ചിയുടെ പ്രധാന തൊഴിൽ. തികഞ്ഞ ഈശ്വരഭക്തനും സത്യസന്ധനും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അറിയാത്ത ഒരു പാവവുമായിരുന്നു അയാൾ. ഒരു ദിവസം ചൊകിച്ചി തൻ്റെ വീട്ടിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. കഠിനമായ തപസ്സനുഷ്ഠിച്ച് ദീർഘകാലം ജീവിച്ചിരിക്കുവാനുള്ള വരം സിദ്ധിച്ച ഒരു അമാനുഷ്യനായിരുന്നു അദ്ദേഹം ചൊകിച്ചിയോട് ഇപ്രകാരം പറഞ്ഞു: നീ തകയാമ എന്ന നഗരത്തിൽ പോയി അവിടെയുള്ള മിസോഗായി പാഷി എന്ന പാലത്തിൻ്റെ മുകളിൽ നിൽക്കണം. അപ്പോൾ നിനക്കൊരു നല്ല വാർത്ത കിട്ടും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അപ്രത്യക്ഷനായി. ചൊകിച്ചി ഞെട്ടിപ്പിടഞ്ഞെണീറ്റ് നോക്കിയപ്പോൾ താൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നുവെന്ന് അവന് തോന്നി. ഈ സ്വപ്നത്തെപ്പറ്റി അവൻ വളരെ ദിവസങ്ങളോളം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തകയാമ എന്ന നഗരത്തിലേക്ക് പോകാൻ തന്നെ ചൊകിച്ചി തീരുമാനിച്ചു. പല താഴ്വരകളും മലകളും കടന്ന് പല മാസത്തെ പ്രയാണത്തിനു ശേഷം ഒടുവിൽ അവൻ ആ നഗരത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ആ പാലം അന്വേഷിച്ചു പോയി. ഒരു പഴയ പാലമായിരുന്നു അത്. ജീർണിച്ചു പൊളിഞ്ഞു കിടന്നിരുന്ന ആ പാലത്തിൻ്റെ താഴെക്കൂടെ കളകളാരവത്തോടെ ഒരു നദി അതിശീഘ്രം ഒഴുകിക്കൊണ്ടിരുന്നു. അതിൻ്റെ വേഗം കണ്ടാൽ ആ പാലം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് നിലം പതിച്ചേക്കുമെന്ന് തോന്നിയിരുന്നു. ചൊകിച്ചി ആ പാലത്തിൽ കയറി പ്രതീക്ഷാനിർഭരനായി ഇരുട്ടുന്നത് വരെ അവിടെ ഇരുന്നു. യാതൊരു നല്ല വാർത്തയും അവന് കിട്ടിയില്ല. എന്നിരുന്നാലും വിശ്വാസം മാത്രം അവൻ കൈവിട്ട് കളഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസവും അവനവിടെ വന്നു. ഇരുട്ടുന്നത് വരെ അവിടെ ഇരുന്നു. ഇങ്ങനെ തുടർച്ചയായി 5 ദിവസം വരെ അവനവിടെ കാത്തിരുന്നു. ആ സന്യാസിയുടെ വാക്കുകളിൽ അവന് അഗാധമായ വിശ്വാസമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു നല്ല വാർത്ത കിട്ടാതിരിക്കില്ല, അത് കിട്ടുന്നതുവരെ അവിടെ കാത്തിരിക്കുക തന്നെ എന്ന് തീരുമാനിച്ചു. അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ പാലത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ ഒരു തൈര് കട ഉണ്ടായിരുന്നു. ആ കടക്കാരൻ കഴിഞ്ഞ 5 ദിവസങ്ങളായി ചൊകിച്ചി ഈ പാലത്തിൽ വന്നു നിൽക്കുന്നത് കണ്ടിരുന്നു. ചൊകിച്ചി അയാൾക്ക് പരിചയമില്ല, കടക്കാരന് പരിചയമില്ല. എങ്കിലും എന്താണെന്ന് ചോദിച്ചു കളയാം എന്നുള്ള ഉദ്ദേശത്തോടെ ആ തൈര് കടയുടെ ഉടമസ്ഥൻ വന്ന് ചൊകിച്ചിയോട് ചോദിച്ചു: എന്തിനാണ് ഇവിടെ വന്നു നിൽക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ അവൻ്റെ ഹൃദയത്തിൽ മുട്ടിട്ടു. 5-ാം ദിവസം ഉച്ച കഴിഞ്ഞവൻ ചൊകിച്ചിയുടെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചു: മാന്യമിത്രമേ, 3-4 ദിവസങ്ങളായല്ലോ താങ്കളെ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്. എന്തിനാണ് താങ്കൾ ഇവിടെ വന്നു നിൽക്കുന്നത്? ചൊകിച്ചി തൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആ കടക്കാരൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അയാളുടെ ചിരി നിർത്തുന്നില്ല. അയാൾ എന്നിട്ട് പറഞ്ഞു: സുഹൃത്തെ, താങ്കൾ ഇത്ര വിഡ്ഢിയായിപ്പോയല്ലോ. സ്വപ്നത്തെ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. കഴിഞ്ഞ ആഴ്ച ഞാനും ഇതുപോലെ ഒരു സ്വപ്നം കണ്ടു. അത് വിശ്വസിക്കാൻ മാത്രം ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നായി കടക്കാരൻ. അപ്പോൾ ചൊകിച്ചി ചോദിച്ചു: എന്തായിരുന്നു സ്വപ്നം? എൻ്റെ സ്വപ്നത്തിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. ചവയാമ എന്ന ഗ്രാമത്തിൽ ചൊകിച്ചി എന്നൊരുവൻ താമസിക്കുന്നുണ്ട്. അവൻ്റെ വീട്ടുമുറ്റത്ത് ഒരു മരം നിൽപ്പുണ്ട്. നീ പോയി ആ മരച്ചുവട് കുഴിച്ച് നോക്കിയാൽ നിനക്ക് സ്വർണം കിട്ടും എന്നായി അയാൾ. ചവയാമ എന്ന ഗ്രാമം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, തൈര് കടക്കാരൻ പറയുകയാണ്. അങ്ങനെ അറിയാമെന്ന് വെച്ചാൽ കൂടി ആ സ്വപ്നത്തെ വിശ്വസിച്ച് അവിടെ പോയി അതിൻ്റെ ചുവട് കുഴിച്ച് നോക്കുവാനുള്ള ഭ്രാന്തൊന്നും എനിക്കില്ല. എന്താ എന്ന് പറഞ്ഞിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. സ്വപ്നത്തിൽ ആ സന്യാസി പറഞ്ഞ ഈ നല്ല വാർത്ത ഇതായിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചൊകിച്ചി ആ കടക്കാരനോട് യാത്ര പറഞ്ഞു. മറ്റൊന്നും പറഞ്ഞില്ല. ദ്രുതഗതിയിൽ അവിടെ നിന്ന് യാത്രയായി. ഒടുവിൽ വീട്ടിലെത്തിച്ചേർന്ന ഉടൻ തന്നെ അവനൊരു തൂമ്പ എടുത്തുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട് കുഴിക്കാൻ തുടങ്ങി. കുഴിക്കും തോറും അതിൻ്റെ ചുവട്ടിൽ നിന്ന് സ്വർണം കിട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അവൻ വലിയ ധനവാനായിത്തീരുകയും ചെയ്തു. ഇത് ഒരു നല്ല വാർത്ത എന്ന ജപ്പാൻ നാടോടി കഥയിലെ ഒരു കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.